ഒന്നര ഈ ടൈം ഭയങ്കര ദാരിദ്ര്യം പിടിച്ച ടൈമാണ്. പണിയില്ലാത്തല്ലേ, മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനെ ഒന്ന് ഉയിക്കണം, ഉയിച്ചിട്ട് കഴിക്കണം. ഉഴിച്ചില്ലേ? കുട്ടി നടക്കൂ ചിലപ്പോ. അതിന് പിന്നെ ദിവസം ഒരു ദിവസം പോയി കഴിഞ്ഞാൽ 6 ദിവസം ഉയിക്കണം അല്ലേ. അതിന്റെ വണ്ടിക്കൂലി അവർ ഡോക്ടർ പറഞ്ഞായിരുന്നു അതെടുക്കണം, തീറ്റി പൊട്ടും എടുക്കണം. അല്ലെങ്കിൽ വേന വന്ന് പിന്നെ ഉള്ളിൽ ചിലപ്പോൾ പഴുപ്പ് വരാൻ സാധ്യത ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതെല്ലാ വർഷം ഇങ്ങനെ എടുക്കണം അപ്പം? അല്ല, ഇത് ലാസ്റ്റ് തീറ്റയാണ്. ലാസ്റ്റാ? കാല് ഞങ്ങൾ കുറെയൊക്കെ നടത്തിക്കുന്നുണ്ട്, എന്നാലും ശരിക്കും ബലം കിട്ടൂല. കാലം നോക്കണേ, ബലം കിട്ടൂല, കാലിനൊരു ബലമില്ലല്ലേ. പൊട്ടെന്ന് കൊഞ്ഞു പോകും. പിന്നെ സീസിമാർക്കും നല്ല പൈസ വരുമെന്നേ. ഞങ്ങൾ 2 വട്ടം പണിയെടുത്താൽ കുട്ടീനെ പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോകുന്നു. അങ്ങനെ തന്നെ ദിവസം കുറേ വർഷം പോലെ അങ്ങനെ ദിവസം അങ്ങനെ പണിയെടുക്കാനും പറ്റൂല. അങ്ങനെ പണിയെടുക്കാനും പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവനെ കണ്ടപ്പോൾ നമുക്കറിയാം, അവർ പാല് കുടിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. ഇവർക്ക് ഇത്രയും ദൂരം പാല് മേടിക്കാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 40 മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കുറച്ചധികം മേടിച്ചു. ഇപ്പോൾ 2 കിലോ നമ്മൾ ഈ പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. ഈ മനുഷ്യരൊക്കെ സമ്മതിക്കണം കേട്ടോ. എത്ര ബുദ്ധിമുട്ടിയാണ് ഇവരിത് കൊണ്ടുപോകുന്നുള്ളത്. നമുക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകാൻ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ സാധിച്ചില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കല്ലൂർ മാലക്കാപ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്മൾ തൊട്ടുപിന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ വാസുചേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യമൊക്കെ നമ്മൾ കാണുകയും ചെയ്തു, അവിടെ പോവുകയും ചെയ്തു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും വാസുചേട്ടൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം നമ്മളെ ഒരു ചേച്ചി വിളിച്ചു. ചേച്ചിയുടെ പേര് സുമ മത്തായി എന്നാണ്. ചേച്ചി കുവൈത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് വാസുചേട്ടന് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ചേച്ചി നമുക്ക് അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നു. ഇപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. അത്യാവശ്യം അവർക്കൊരു 1-2 മാസത്തേക്ക് വേണ്ട സകല സാധനങ്ങളുണ്ട്. അപ്പം അങ്ങനെ ആണ് നമ്മളിന്നിപ്പോൾ അങ്ങോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുക കേട്ടോ. കറണ്ടിൻ്റെ കാര്യം, കറണ്ട് കിട്ടിയിട്ടില്ല. കറണ്ടിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളത് ബാക്കി പേപ്പർ വർക്ക്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഒരു 4 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് ഇനി ഒരു 3 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ആഴ്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇരിക്കുന്നത്. കറണ്ട് കിട്ടിയതിന് ശേഷം നമ്മൾ വേറെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എടുത്തോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഉണ്ട് കേട്ടോ. 30 കിലോ അരിയുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മളത് അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആയിരിക്കും ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളിനി സാധനങ്ങൾ ഓരോന്നായിട്ട് കുറേ സാധനങ്ങളുണ്ട്, എല്ലാം കൂടെ കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, ആരൊക്കെ വരുന്നത്? ആരൊക്കെ കൊണ്ടുപോകാൻ വരുന്നത്? പിടിക്കോ? ഇത് 10 കിലോ ഉണ്ട്. പിടിക്കോ? വിട്ടുപോയല്ല, വീണു പോയല്ല. ഞങ്ങൾ ഇതാരെ പിടിക്കാം? ചേച്ചിയാ, ഓരോന്ന് അത് കൊണ്ടുപോയിക്കോ. ബാക്കി ഞങ്ങൾ കൊണ്ടുവന്നോളാം. പറ്റുന്ന കൊണ്ടുപോയിക്കോ. ഏതായാലും നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് സഹായിക്കാനായിട്ട് അവരും കൂടെ വന്നിരിക്കുക കേട്ടോ. ഏതായാലും നമ്മൾ എല്ലാവരും കൂടെ കൊണ്ടുപോകും കേട്ടോ ഒരുമിച്ച്. അപ്പോൾ അവർ കുറച്ച് സാധനങ്ങൾ പോയി. ഇനിയിപ്പോൾ ബാക്കി സാധനങ്ങൾ ഇച്ചിരി വെയിറ്റുള്ളതൊക്കെ നമ്മൾ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ ഇതങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഈ റോഡ് കണ്ടാൽ അറിയാം. ഇതുണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങ് ഇവിടം വരെ വണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ മൊത്തം ചെളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിന്ന് ഇവിടം വരെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചുമക്കുക കേട്ടോ ചെയ്ത്. ഏതായാലും ഇനിയും നമുക്ക് നടക്കാനുണ്ട്. ഏകദേശം ഒരു 3/4 കിലോമീറ്റർ നമ്മൾ നടക്കാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോവാണ്. നല്ല പാടാട്ടോ. കുറേ ഒരു 3/4 കിലോമീറ്ററോളം നടക്കാനുണ്ട്. വണ്ടി വരികാലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്കൂട്ടി ആയിരുന്നപ്പോൾ നമുക്ക് അവിടം വരെ എത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മൊത്തം ചെളിയായി. എന്ത് വണ്ടിക്ക് വന്നാലും തെന്നി വീഴും കേട്ടോ. കാറാണെങ്കിൽ കുടുങ്ങിപ്പോവും, ജീപ്പാണെങ്കിൽ കുടുങ്ങിപ്പോവും, ഓട്ടോറിക്ഷ കുടുങ്ങിപ്പോവും, സ്കൂട്ടി ആണെങ്കിൽ തെന്നി വീഴും. ഇതിൻ്റെ ഇപ്പുറമൊക്കെ കാടാണ് കേട്ടോ. എനിക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. കണ്ടോ, നല്ല അടിപൊളി ഫോറസ്റ്റാണ്. നമ്മളിനിയിപ്പോൾ മുന്നോട്ടേക്ക് പോവുക കേട്ടോ. ഫുള്ള് ചെളിയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നുണ്ടാവും. ചെറിയ തെന്നലൊക്കെ ഉണ്ടാവും. മൊത്തം ചാണകം ഉണ്ടല്ലടാ. ഇങ്ങനത്തെ ചെളിയാട്ടോ. ഇവിടെയൊക്കെ വണ്ടി കൊണ്ടൊന്നും വരാൻ പോലും പറ്റില്ല. നിങ്ങൾക്ക് ഈ സൈഡിലൊക്കെ നോക്കിയാൽ ഇതുണ്ടോ, ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ കാട്ടുമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും ഇവിടെയുള്ള മനുഷ്യരൊക്കെ നടന്നു ചെളിയാന്ന്. റോഡില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ നമുക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മൾ തന്നെ വന്നതെന്നുള്ളത്. അപ്പോൾ ഈ മനുഷ്യർ എല്ലാ ദിവസവും ഇതേ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളാട്ടോ. അവരെല്ലാ ദിവസവും ഇതേപോലെ ചുമന്ന് തന്നെയാണ് ഇതേ സാധനങ്ങളൊക്കെ കൊണ്ടിരുന്നത്. ഈ ഒരു ഭാഗത്ത് വെച്ചാണ് വാസുവേട്ടനെ കാട്ടാനെ ആക്രമിച്ചത്. അപ്പോൾ ഇതേപോലെ സാധനങ്ങൾ മേടിച്ച് തിരിച്ച് വരുന്ന വഴിക്കാണ് ആ സംഭവം നടന്നത്. ഈ ഭാഗത്തു നിന്ന് വന്ന, ഈ ഫോറസ്റ്റിൽ നിന്ന് വന്ന ആനയാണ് പുള്ളി അന്ന് ആക്രമിച്ചതും അദ്ദേഹത്തിൻ്റെ കിഡ്നി പോയതും നടുവൊടിഞ്ഞതും ഒക്കെ. അപ്പം അങ്ങനെ വലിയ കഷ്ടപ്പാടിത്തന്നെ കേട്ടോ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഉള്ളത്. അതായത് നമുക്ക് ഈ സാധനങ്ങൾ കൊണ്ട് വാസുവിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ മനുഷ്യരൊക്കെ സമ്മതിക്കണം കേട്ടോ. എത്ര ബുദ്ധിമുട്ടിയാണ് ഇവരിത് കൊണ്ടുപോകുന്നുള്ളത്. നമുക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകാൻ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ സാധിച്ചില്ല. പിന്നെ ഞാൻ എല്ലാം കൂടെ നടക്കൂലെന്നുള്ളത് അത്യാവശ്യം സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരോടും കൂടെ വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്തുള്ള ഒരു ബന്ധുക്കളും ആ ചേച്ചിയൊക്കെ ഇതായി ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും നമുക്ക് ഇതായി. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസമൊന്നും ഇത് കൊണ്ടുവന്ന് തീർക്കൂല. ഒരു 4-5 റൗണ്ട് നമ്മൾ ചുറ്റിയാലേ ഈ സാധനം മൊത്തം അവിടെ എത്തുകയായിരുന്നു. അത് ഞങ്ങൾ തന്നെ കൊണ്ടുവരാമെന്നുള്ള വിചാരത്തിലായിരുന്നു. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് പ്രാക്ടിക്കൽ എന്നായിരുന്നു. പിന്നെ അവരെ വിളിച്ച് പറയുമായിരുന്നു. അപ്പം അങ്ങനെ അവർ വരാമെന്ന് പറഞ്ഞു. പിന്നെ മനോഹരമായ വയലല്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണുള്ളത്. ഏതായാലും തൊട്ടപ്പുറവും ഇപ്പുറമൊക്കെ ഫോറസ്റ്റാണ്. എന്തായാലും ഏകദേശം നമ്മളിപ്പോൾ വാസുവിൻ്റെ വീടിൻ്റെ അവിടെ എത്താനായി കേട്ടോ. നമുക്കിനി ഇതെല്ലാം അവർക്ക് കൊണ്ട് കൊടുക്കാം. അവരോട് കുറച്ച് സംസാരിച്ച് വെച്ച് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് പെട്ടെന്ന് പോകണം. അപ്പോൾ വരുന്ന ദിവസങ്ങൾ ഇനി കറണ്ട് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നെല്ല് പ്രാവശ്യം വിതച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാം അവിടെയൊക്കെ മുളച്ച് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ, വയലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഈ പ്രാവശ്യം മഴ ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ നെൽകർഷകരൊക്കെ വലിയ ആശങ്കയിലാണ്. അടുത്ത ഒരു മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുടിവെള്ളത്തിന് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുപോലെ വയലിൽ ദൂരെയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ നെറ്റ് തിരിച്ചിരിക്കുന്ന രംഗങ്ങളൊക്കെ കാണാം. അതായത് ചെറിയ തോതിലെങ്കിലും വന്യമൃഗങ്ങളെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഓരോ പൊടിക്കൈകളാണ്. പക്ഷെ അതൊന്നും കാര്യമില്ല. കാട്ടുപന്നിയൊക്കെയാണ് പ്രധാനമായിട്ടൊരു, കാട്ടുപന്നിയും മാനിനെയൊക്കെയാണ് പ്രധാനമായിട്ടൊരു തടയാനായിട്ടാണ് ഇങ്ങനെ ഗ്രീൻ നെറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്.
അപ്പോൾ അങ്ങനെ നമ്മൾ വാസുവിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അവരെയൊന്ന് കാണാം. ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി എത്തി കഴിഞ്ഞു. വാസുവേട്ടാ എന്ത് പറ്റിയേ? പനി പിടിച്ചാ? അതെ. ഓഹോ. സ്വിച്ചിട്ടല്ലേ എന്താ പറ്റിയ? ഇതാണ് വാസുദേവൻ്റെ അന്ന് കാട്ടാന ആക്രമണത്തിൽ പരിക്ക് പറ്റിയത്. കിഡ്നിക്ക് കംപ്ലൈൻ്റായി, കിഡ്നി പറഞ്ഞാൽ റിമൂവ് ചെയ്ത കാര്യമൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞതാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത പാടാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ വേദന ഉണ്ട്, അവിടെ വേദന ഉണ്ടല്ലേ? രാത്രി ഉറങ്ങിയിട്ടില്ല. രാത്രി ഉറങ്ങിയില്ല. ഇങ്ങനെ മുറുക്കുന്ന പോലെ ഉണ്ട്. അതെന്താ പെട്ടെന്ന് അങ്ങനെ വരാൻ കാരണം എന്താ? അത് ഒരു ടീറ്റി അടിക്കാണ്ട് പോലും. ആ ടീറ്റിക്ക് തന്നെ 1,00,000 മേലെ വരും. ടീറ്റിയോ? ഒരു മരുന്നിനോ? അത് കേട്ടെന്ന് പറഞ്ഞു. അല്ലാതെ വേന കൂടുമെന്ന് പറയും. ഒരു ടീറ്റിക്ക് 1,00,000 രൂപയോ? അങ്ങനെ രണ്ട് ടീറ്റി എടുത്തായിരുന്നു. ഒന്നും കൂടി ബാക്കിയുണ്ട്. ഓഹോ. ഇതിന് മുന്നത്തേക്ക് അപ്പം എങ്ങനെ എടുത്തേ? അത് അവിടെ നിന്ന് ഞങ്ങൾ മറ്റേ ട്രൈബിൽ വരെ അങ്ങനെ കിട്ടി. 2 കിട്ടി ട്രൈബലിൽ നിന്ന്. ഇനി ഒന്നും കൂടി എടുക്കാണ്ട് എടുത്താലേ വേന കുറയുള്ളൂന്നല്ലേ? അത് എങ്ങനെ കാലാകാലം ഇങ്ങനെ എടുത്തോണ്ടിരിക്കണോ? ലാസ്റ്റ് ഒന്നുണ്ട്. ആണല്ലേ? പിന്നെ മാസം പോണം. ആണല്ലേ? മാസമായിട്ട് എന്നെ പറ്റിയ പനിയാണോ? പനിയുണ്ട്, ഭയങ്കര വേദനയുണ്ട്. പിന്നെ അരയ്ക്കും കാലിന്. ആ ഇഞ്ചക്ഷൻ്റെ കാര്യം എന്താ പറഞ്ഞാൽ? അത് 1,00,000 രൂപയുടെ ഇഞ്ചക്ഷൻ അല്ലേ? ഇത്ര ഇട്ടുള്ള മരുന്നത്. ഓഹോ. 1,00,000. എൻ്റെ ടീറ്റിയാ? ടീറ്റി എടുക്കല്ലേ? 2 അടിച്ച്. 2 അത് എങ്ങനെയാ? ട്രൈബലിൽ നിന്ന് കിട്ടി. പിന്നെ അടുത്തും കിട്ടൂലേ? ട്രൈബലിന് കിട്ടാൻ സാധ്യത. അവർ 2 കഴിഞ്ഞ് പിന്നെ അവർ കഴിയും. അതെ. അതാണിപ്പോൾ കഴിഞ്ഞ മാസം ഈ ഇടയ്ക്ക് ഞാൻ പോയി വന്നില്ലേ, അവർ ഡോക്ടർ പറഞ്ഞായിരുന്നു അതെടുക്കണം, ടീറ്റി പൊട്ടും എടുക്കണം, അല്ലെങ്കിൽ വേന വന്ന് പിന്നെ ഉള്ളിൽ ചിലപ്പോൾ പഴുപ്പ് വരാൻ സാധ്യത ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതെല്ലാ വർഷം ഇങ്ങനെ എടുക്കണം? അപ്പോൾ അല്ല, ഇത് ലാസ്റ്റ് ടീറ്റിയാണ്. ലാസ്റ്റ് ചേട്ടന് ടീറ്റി എടുക്കാനുള്ള കാര്യം ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടാണല്ലോ. 1,00,000 രൂപ വിലയുള്ള ടീറ്റിയാണ്. അത് 2 എടുത്തു. ഇനിയിപ്പോൾ 1 കൂടെ എടുക്കാനുണ്ട്. 2 അവർക്ക് ട്രൈബലിൽ നിന്ന് കിട്ടിയെന്നല്ലേ? ട്രൈബലിൽ നിന്ന് കിട്ടി. അടുത്ത് കിട്ടുമോ? എന്താ ഇനി ട്രൈബൽ കിട്ടിയിട്ടില്ലാന്ന് ആണല്ലേ? കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പോൾ അവർ ആശുപത്രി പോയായിരുന്നു. അന്ന് എടുക്കേണ്ടതായിരുന്നു. അന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ലല്ലേ? എടുത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. പിന്നിപ്പോൾ ഇവൾക്ക് പണിയില്ലല്ലോ, വീട്ടുകാർക്ക് പണിയില്ല. എങ്ങനെയൊക്കെയോ ഉന്തിത്തള്ളി പോവാണ്. പിന്നെ ചെക്കൻ പണിക്ക് പോകുന്നതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്നുണ്ട്. പിന്നെ സാറുമാരിങ്ങനെ വരുമ്പോൾ സഹകരിക്കുന്നതുകൊണ്ട് അതുതന്നെ ഏറ്റവും വലിയൊരു പുണ്യമാണ്. അല്ല, ഇത് ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതന്നെ. അത് മേടിച്ചത് സുമ ചേച്ചിയാണ്. ചേച്ചിയായിരുന്നു. സുമ ചേച്ചി, സുമ എന്നാ പേര്. ചേച്ചി കുവൈത്തിൽ നിന്ന് നിങ്ങൾക്ക് പൈസ ഇട്ട് തന്നേക്കുന്നത് കേട്ടോ. എന്തായാലും അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. സുമ എന്നാ കേട്ടോ ചേച്ചിയുടെ പേര്. സുമ മത്തായി. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. അപ്പോൾ ഏതായാലും ഇത്രയും ഒരിക്കലും ആരും നന്ദി ചെയ്തിട്ടില്ല. സാറ് വന്ന് അന്ന് കുറേ ക്രിസ്റ്റി തന്ന് പോയി. പിന്നെ ഈ ഇടയ്ക്ക് നിങ്ങൾ വന്ന് എല്ലാ കാര്യം ചെയ്ത് പോയിട്ട്. കറണ്ട് കിട്ടുന്ന 2-3 ദിവസം കൊണ്ട് കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞായിരുന്നു ആ ചെക്കൻ. അവനെ ഞാൻ വിളിച്ചായിരുന്നു. അത് കിട്ടിയാൽ നമുക്കൊന്നുകൂടെ വരാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിലെ സാധനങ്ങളൊക്കെ അവർക്ക് അങ്ങ് കൈമാറിയേക്കാം കൈയോടെ. മോനവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മോനിതൊക്കെ നോക്കിയിരിക്കുവാണേ. ഇനി ചങ്ങായി കുഴപ്പമില്ല, ഫുഡായില്ലേ. ഇത്ര നേരം കരച്ചിൽപ്പുളിയായിരുന്നു അല്ലേ? ചങ്ങായിക്ക് നേരം വെളുത്ത് എന്തെങ്കിലും കടിക്കാൻ വേണം. അപ്പോൾ നിങ്ങൾ അടുപ്പ് കണ്ടു കാണുമല്ലോ. ആ അടുപ്പിൻ്റെ അകത്തുനിന്നാണ് കൊച്ചിന് ഇന്നാൾ വളരെ ഏറ്റവും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ പറയാം. എല്ലാം കൂടെ ഇപ്പോൾ പറയുന്നില്ല. ഏതായാലും നമുക്ക് അവർക്ക് ആ അടുപ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും കേട്ടോ. ഏതായാലും സാധനങ്ങളങ്ങ് കൊടുത്തേക്കാം. ഓക്കെ, അരി അങ്ങ് എടുത്ത് വെച്ചോ. ചേട്ടൻ എടുത്ത് വെച്ചോളൂ.
ഇറ്റാക്കടാ നീ നാക്ക് ഇത് പവിഴത്തിൻ്റെ മട്ട അരിയാണ് കേട്ടോ. ആ 30 കിലോ അരിയുണ്ട്. ഒന്നും വെച്ചോ എടുത്ത് വെച്ചു. വെച്ചോറ ഫസ്റ്റ്. ആ ചേട്ടൻ ഏത് ഭാഷയിൽ സംസാരിക്കുന്നത്? ഞങ്ങൾ നാട്ടിൻ ഭാഷയാണ്. ആ കന്നഡയല്ലല്ലോ അത്? അല്ലല്ല അല്ലല്ലേ? കന്നഡ ആ ചെറിയ മാറ്റുണ്ടല്ലേ? ആ മാറ്റം വരും. കൂലിപ്പാട് ഇല്ല കുറച്ച് പഴം വെച്ചു. ക്യാമറ കൊണ്ടു തള്ള കനിട്ട് കൊണ്ടുണ്ട്. കുറച്ച് ബിസ്ക്കറ്റുകളാട്ടോ. ബിസ്ക്കറ്റ് കുടിച്ചിട്ട് ഈ കനിക്കഞ്ഞ് കൊണ്ടുപോകുന്നു. റസ്കാട്ടോ. ആ ഈ കനിത് തിമ്പലില്ലേ ഇല്ലേ കടി. ഇത് ചിക്കനാണ്. കഴിയോടെ കൊണ്ടേ കറി വെച്ചോ കേട്ടോ. പിന്നൊരു കറി വയ്ക്കും. 2 കിലോ ഉണ്ട് കേട്ടോ. ചിക്കൻ കൂട്ടൂലേ? ഓ ഞങ്ങൾ ചിക്കൻ എല്ലാം കഴിക്കും. പോത്ത് മാത്രം ഇല്ല. ഇല്ലല്ലേ? ആ മുട്ടയുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെയാ നന്ദി പറയുന്ന ഒരു പിടുത്തമില്ല. വെളിച്ചെണ്ണ സാധനം കൊണ്ടിട്ട് കൊച്ചിനൊരു ബണ്ണ് മേടിച്ചാട്ടോ. എന്നാ ബിസ്ക്കറ്റ് ഇഷ്ടമാടാ? ഉപ്പുള്ളതാണ്. ഇത് തിന്നതാണോ? ഈ ബിസ്ക്കറ്റ് തിന്നതാണോ? ആ തിന്നുണ്ട്. ഉപ്പും മധുരം കൂടെ ഉള്ള. എന്നാ കേട്ടോ ആട്ടപ്പൊടി 5 കിലോ പോയി. ഒരു ബ്രെഡ് അതിനകത്ത് വെച്ച് ചതങ്ങിപ്പോയി. അത് കുഴപ്പമില്ല. ബ്രെഡും ബണ്ണൊക്കെ ഇന്ന് തന്നെ എടുത്തോട്ടോ. ആ പുട്ടുപൊടി കേട്ടോ 5 കിലോ. ഓ പുട്ട് തിന്നൂലേ? ഓ പുട്ടിൻ്റെ ആൾ ഇയാളാണ്. അപ്പോൾ പിന്നെ സന്തോഷമായില്ലേ? അതാണ് എൻ്റെ മെയിൻ. നിങ്ങളിവിടെ പാല് കുടിക്കാറുണ്ടോ? പാല് മേടിക്കാറുണ്ടോ? അത് മാത്രമേ കുടിക്കുള്ളൂ. നിങ്ങളെന്താ പാല് കുടിക്കൂല? കുടിക്കും. അവൻ പാലിൽ പിന്നെ വേറൊന്നും വേണ്ടായത്. അതല്ലേ? പച്ചക്കറി ആദ്യം തന്നെ. ബീൻസ്, വെണ്ടയ്ക്ക, തക്കാളി, കുറച്ച് പച്ചക്കറി കേട്ടോ. ഇതും കൂടെ മുളകും കൂടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവനെ കണ്ടപ്പോൾ നമുക്കറിയാം അവർ പാല് കുടിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. ഇവർക്ക് ഇത്രയും ദൂരം പാല് മേടിക്കാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാൽപ്പൊടി മേടിച്ച് കൊടുത്തിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കുറച്ചധികം മേടിച്ചു. ഇപ്പോൾ 2 കിലോ നമ്മൾ ഈ പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. അമൂജയുടെ തന്നെ പാൽപ്പൊടി 2 കിലോ ആട്ടോ മേടിച്ചേക്കുന്നത്. പാൽപ്പൊടി കേട്ടോ. അതെ, ഇത് പൊട്ടിക്കുമ്പോഴേ ഞാൻ ടിന്ന് മേടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിച്ചിട്ട് ടിന്നിലിട്ട് വെച്ചാൽ മതി കേട്ടോ. അതിൻ്റെ അത് സ്പൂൺ ഉണ്ട്, അല്ലെങ്കിൽ അത് കേടായി പോകും കേട്ടോ. അതിന് വേണ്ടി തന്നെ ടിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. ഈ ടിന്ന് അതിന് വേണ്ടി തന്നെ മേടിച്ചാൽ കേട്ടോ. പാൽപ്പൊടി ഇട്ട് വെക്കാൻ ടിന്ന് മേടിച്ചപ്പോൾ നമ്മളാ കൂടെ കൊച്ചിന് തന്നെ കാടമുട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് വെച്ചെൻ്റെ അടുത്ത് വെച്ചാലേ. ഓ കാടമുട്ട എന്നാ ഒരു ടിന്ന് മതി.
ഇത് 2 ടവലാട്ടോ. കൊച്ചിനെ ഇടയ്ക്ക് ഇങ്ങനെ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ഇങ്ങനെ ഒലിക്കുന്നൊരു പ്രശ്നമുള്ളതുകൊണ്ട് അന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഞാൻ 2 ടവൽ ഇവർക്ക് വേണ്ടി മേടിച്ചാട്ടോ, കൊച്ചിന് വേണ്ടി. 2 ടവൽ കുളിക്കുന്ന സോപ്പാട്ടോ. സോപ്പ് കൂട്ടേ ബുദ്ധി. അലക്കുന്ന സോപ്പാട്ടോ, സൺലൈറ്റ്. ഒരു 3 കിലോയുടെ സോപ്പ് പൊടി കേട്ടോ, സോപ്പ് പൊടിയുടെ പാക്കറ്റാണ്. എന്നിട്ട് മൈസൂർ പരിപ്പ് കേട്ടോ, മസൂർ ദാൽ. ഇത് സാമ്പാർ പരിപ്പ്. എല്ലാം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ മേടിച്ചേക്കണേ. അതുകൊണ്ട് എല്ലാം നല്ല സാധനം തന്നെയാണ് കേട്ടോ. കടലപ്പരിപ്പ് നമ്മൾ ബത്തേരി ഹാപ്പി 7 ഡേയ്സ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ മേടിച്ചേക്കുന്നത്. അത് കറുത്ത കടല കേട്ടോ. രണ്ട് കിലോ സവാളയുണ്ട്. സവാള മുളക് പൊടി, ബ്രാഹ്മിൻസിൻ്റെ മുളക് പൊടി, കിച്ചൺ ട്രഷേഴ്സിൻ്റെ മഞ്ഞൾപ്പൊടി, വീണ്ടും ബ്രാഹ്മിൻസിൻ്റെ മല്ലിപ്പൊടി കേട്ടോ. ഇത് സാമ്പാർ പൊടിയും ചിക്കൻ മസാലയാണ് ഈസ്റ്റാൻ്റെ. അതിങ്ങനെ ടിന്നിൽ മേടിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ അടച്ച് വെക്കാമെന്നുള്ള രീതിയിൽ ടിന്ന് തന്നെ മേടിച്ചിട്ടോ. ഇതിനെന്നാ പറയുന്നത്? വിളവനോ? ഇത് വെള്ളരിയല്ല, വെള്ളരിയല്ലേ? വെള്ളരിക്കത് വെള്ളരിയല്ലേ? വെള്ളരിയല്ലേ? വെള്ളരി കേട്ടോ. ക്യാബേജ്, ക്യാബേജ്, ബീട്രൂട്ട്, ഇത് ചെറുപയറാട്ടോ. ഇത് ഗ്രീൻ പീസ്, വെള്ളക്കടല, ഇത് വെള്ളരി. മറ്റത് വെള്ളരിയല്ല, അത് കുമ്പളങ്ങയായിരുന്നു. അത് കുമ്പളങ്ങയായിരുന്നു, ഇതാ വെള്ളരി. മാറിപ്പോയി. മത്തങ്ങ, മത്തങ്ങയും ക്യാരറ്റും കേട്ടോ. ഈ ക്യാരറ്റൊക്കെ പെട്ടെന്ന് എടുത്തോട്ടോ ചിലപ്പോൾ. മഴക്കാലം ആയതുകൊണ്ട് കേടായി പോകും. അല്ല, ഇത് നല്ല ഫ്രഷ് സാധനം, എല്ലാം ഫ്രഷാണ്. എന്നാൽ പോകാൻ സാധ്യതയുണ്ട്. ഇത് ഞാനൊരു ഡപ്പ നിങ്ങൾക്ക് വേണ്ടി മേടിച്ചാ കേട്ടോ, സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട്. എല്ലാ സാധനവും കൊടുത്തു കേട്ടോ. എല്ലാ സാധനവും ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബിസ്ക്കറ്റ് തന്നെ വേണോടാ? ബിസ്ക്കറ്റ് ഒന്നോളൂ. അതിഷ്ടമാണോ? ഉപ്പാണ് ഇഷ്ടം. ഇത് ചേട്ടൻ്റെ മോളല്ലേ? മോളെ നിറച്ച്. ഇത് മൂത്ത മോളാട്ടോ.
മൂത്ത മോള് പ്രസവത്തിന് വന്നാലേ? ആ ഇവൻ്റെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കണം, ഇതിൻ്റെ ചികിത്സയുടെ സ്ഥിതി എന്താ? ഇത് നമുക്ക് ചികിത്സിച്ച് നേരെയാക്കാം. എന്നോട് ഒരാൾ ചോദിച്ചു, ചികിത്സ കിട്ടിയാൽ അത് ശരിയാവുമോ എന്ന് ചോദിച്ചു എന്നോട്. അത് എന്താ നിങ്ങളുടെ ഇതുവരെ പോയതിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്താ പറഞ്ഞേക്കുന്നത്? കുറച്ച് ഇത് മാറുന്നു പറയുന്നുണ്ട്. ആ, വലിയ ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് ഇപ്പോൾ. കാണുന്നുണ്ട്. ആ ആ, പിന്നെ CCമാർ നല്ല പൈസ വരുമെന്നേ. ഞങ്ങൾ 2 വട്ടം പണിയെടുത്താൽ കുട്ടീനെ പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോകുന്നു. അങ്ങനെ തന്നെ ദിവസം കുറേ വർഷം പോലെ അങ്ങനെ ഞങ്ങൾ ദിവസം അങ്ങനെ പണിയെടുക്കാനും പറ്റൂല. ദിവസം അങ്ങനെ പണിയെടുക്കാനും പറ്റില്ല. ചികിത്സിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു, ഇത് ചികിത്സിച്ചാൽ ശരിയാവുമോ എന്ന് ചോദിച്ചായിരുന്നു. ശരിയാവും. ശരിയാവൂലേ? ഓ, ചികിത്സിച്ചാൽ ശരിയാവോ? ഓ ഓ, അത് നമുക്ക് ഏത് ആശുപത്രി കൊണ്ടുപോയാലും കറക്റ്റ് ഒന്ന് അറിയാൻ പറ്റുമോ? അതൊന്ന് പറ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഏതെങ്കിലും ആശുപത്രി ഒന്ന് പോയി. അതെ, തെറാപ്പി എവിടെ ചെയ്യുന്നത്? അത് മീനാച്ചി പോണോ? തെറാപ്പി ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇതിന് പരിഹാരം? അല്ലല്ല, എന്നാൽ ഞങ്ങൾ സ്വന്തം മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. അതാ ചോദിച്ചേ, വേറെ എവിടെയെങ്കിലും നമുക്ക് നല്ല ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. അതാ ചോദിക്കുന്നത്. എന്നോട് 1-2 പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വേറെ കറക്റ്റായിട്ട് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. വേറെ ആശുപത്രി ഉണ്ട്. ആ, ഏത് ആശുപത്രിയാണ് നിങ്ങൾക്ക് അറിയാം? അത് തമിഴ്നാട് തന്നെ. എവിടെയാ? തമിഴ്നാട്ടിലോ? അവിടെ ഇത് മക്കൾക്ക് നമ്മുടെ മിംസിലൊക്കെ പോയാൽ ശരിയാവോ? മേപ്പാടി ഞാൻ കോഴിക്കോട് 6 മാസം കിടന്ന. മിംസിലോ ബേബി മെമ്മോറിയലിലോ അങ്ങനെ ഏതൊരു ആശുപത്രിയിലൊക്കെ പോയി നോക്കിയാൽ അറിയാൻ പറ്റുമോ? ഇക്കറയിലോ? കോഴിക്കോട് മെഡിക്കൽ കോളേജില്. ആ, അല്ല ഞാൻ ചോദിച്ചത് ഇനിയിപ്പോ പുറത്ത് എവിടെയെങ്കിലും നല്ല കുറച്ചുകൂടെ നല്ല ആശുപത്രി പോയി നോക്കാം. ഇതേപോലെ ഒരു ആശുപത്രി ഉണ്ട് ഒരു മറ്റേ തമിഴ്നാട് തന്നെ. ഇവിടെ കോഴിക്കോട് പോയിട്ട് ഏത് ഡോക്ടറെ കാണിക്കുന്നത്? ന്യൂറോന്റെയാ? ന്യൂറോ ഡോക്ടറെ കാണിക്കുന്നത്? ഞരമ്പിന്റെ ഡോക്ടറെ? എന്നെ അതിവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഡോക്ടറൊന്നല്ല, എല്ലാവരും കാണിക്കുന്നുണ്ടല്ലേ? എല്ലാവരും നോക്കും. എല്ല് ഡോക്ടർ, പിന്നെ തലയ്ക്കുള്ള ഈ ചികിത്സിക്കുന്നതിന്റെ ഇതുണ്ടോ? ഇതിന്റെ പേപ്പറുകളൊക്കെ ഉണ്ടോ? ഒന്ന് കാണിക്കാവോ? അവരെന്താ ഡയഗ്നൈസ് ചെയ്തേക്കുന്നത്? ആശുപത്രിയിൽ നിന്ന് തന്നേക്കുന്നത്? നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ ആണോ? ശരിയാക്കി എടുക്കാം. എന്തെങ്കിലും ഒരു ഇച്ചിരി മാറ്റമൊക്കെ. വാരിയലിന് കുഴപ്പമില്ല അല്ലേ? ഓഹോ, കാലിനൊരു ശോഷിപ്പുണ്ടല്ലേ? കാൽ ഞങ്ങൾ കുറെയൊക്കെ നടത്തിക്കുന്നുണ്ട്, എന്നാലും ശരിക്കും ബലം കിട്ടൂല. കാലം നോക്കണേ, ബലം കിട്ടൂല. കാലിനൊരു ബലമില്ലല്ലേ? പെട്ടെന്ന് കൊഞ്ഞു പോകും. നടക്കൂലല്ലോ? ആദ്യമൊക്കെ നടക്കുമായിരുന്നു. ഇപ്പൊ നടക്കൂല്ലേ? ആദ്യമൊക്കെ അന്ന തന്നെ. നമുക്ക് ആയുർവേദം നോക്കിയാൽ ശരിയാവോ? ആയുർവേദം നോക്കിയാൽ ശരിയാവോ? ആവോ? പറയണതാ? ഈ കോട്ടക്കലൊക്കെ പോയാൽ ശരിയാവോ? മരുന്ന് നന്നായിട്ട് നല്ലത് കിട്ടിയാല്. അതെ, ഈ കോട്ടക്കലൊക്കെ പോയാൽ ശരിയാവോ? പോയിട്ടില്ലല്ലോ. അല്ല, കോട്ടക്കൽ പോയാൽ ശരിയാവോ? ശരിയാവുമായിരിക്കും. പോയി ശരിയാപ്പോ എല്ലാം പൈസ വേണം സാർ. അല്ലേ നമുക്ക് നോക്കാം. അല്ല ഞാൻ പറഞ്ഞേ, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളോട് ചോദിച്ച ആൾക്കാരോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാ. കോപ്പി ഇതൊക്കെ ഇയാൾ എക്സ്റേ അല്ലേ? അതൊന്നും നോക്കി എനിക്കൊന്നും മനസ്സിലാവൂല. എനിക്ക് ആ റിപ്പോർട്ട് മാത്രം ഒന്ന് കാണിച്ചാൽ മതി. ഞാൻ ചോദിച്ച ആൾക്കാരൊക്കെ നേഴ്സുമാരായിട്ടുള്ള ആൾക്കാരാണ് ചോദിച്ചതേ. അപ്പോൾ അവർക്കൊന്ന് അയച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ എൻ്റെ കോഴിക്കോട് ചീട്ട. കാണാനൊക്കെ വരുന്നുണ്ട്. (2013) പോലെ ഉണ്ടല്ലേ? കാര്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇച്ചിരി മനസ്സിലൊരു ടെൻഷൻ സമാധാനം ഉണ്ട്. 2013 സർട്ടിഫിക്കറ്റ് ആട്ടോ അത്. 2013 ശരത്ത്. ഞാനത് എന്നോട് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഞാനിത് ഇട്ട് തരാം കേട്ടോ. ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നില്ല. ഏതായാലും
കുഴപ്പമുണ്ട്, 80% പ്രശ്നമുണ്ടെന്നുള്ള. സന്തോഷമായോ? ഓ എല്ലാം സന്തോഷമായി. നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് കടയിൽ പോകണ്ടായിരിക്കും അല്ലേ? ഞാൻ അപ്പോൾ ഇങ്ങനെ ഓർത്തപ്പോഴേ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ ഓർത്തോർത്ത് മേടിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് മേടിച്ചത്. ഒന്ന് ഈ ടൈം ഭയങ്കര ദാരിദ്ര്യം പിടിച്ച ടൈമാണ്, പണിയില്ലാത്തല്ലേ, മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ മാസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിങ്ങം തുലമാസം വരുന്നവരെ ഭയങ്കര പാടായിരിക്കും. ഏതായാലും കൊച്ചിൻ്റെ കാര്യം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ചികിത്സിച്ചാൽ ശരിയാവും എന്നല്ലേ പറഞ്ഞു? ഓ ശരിയാവും ശരിയാവും കേട്ടോ. അവർക്ക് ചികിത്സിക്കാൻ ഞങ്ങൾ കുറേയൊക്കെ മെനക്കെടുന്നുണ്ട്. എന്നാലും പിന്നെ ഓരോ മരുന്നിനൊക്കെ ചിലവല്ലേ, ഭയങ്കര പൈസ വരുമ്പോൾ മരുന്നിന് കൊച്ചിൻ്റെ ചികിത്സയുടെ ചിലവ് ചേട്ടനാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഒരു TT എടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപ ചിലവാന്ന് പറഞ്ഞാൽ ചേട്ടന് പൈസ ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കാണ്ടിരിക്കുവാണ്. അപ്പോൾ അതിപ്പോൾ വേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അത് പഴുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടിൽ കൂടെ തന്നെയാണ് അവർ പോകുന്നത്. കൊച്ചിൻ്റെ കാര്യവും ചികിത്സിച്ചാൽ ഭേദമാവും തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളോട് 1-2 പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു ഇതിൻ്റെ സ്ഥിതി എന്താണ്, നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? ഇത് പറഞ്ഞാൽ ആയുർവേദം ചെയ്താൽ ശരിയാവുന്നല്ലേ പറയുന്നത്. നമുക്ക് കോട്ടയ്ക്കലോ അങ്ങനെ ഏതെങ്കിലും നല്ല ആയുർവേദ ഹോസ്പിറ്റലുകളൊക്കെ ഒന്ന് കൊണ്ടുപോയി നോക്കാനായിട്ടുള്ളൊരു ശ്രമമൊക്കെ നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലവരായിട്ടുള്ള ആളുകളൊക്കെ മുന്നോട്ട് വരിക. അപ്പോൾ ആരെങ്കിലും ഇതിനൊക്കെ തയ്യാറുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇതിനെ ഒന്ന് ഉഴിക്കണം, ഉഴിച്ചിൽ കഴിക്കണം. ഉഴിച്ചില്ലേ? കുട്ടി നടക്കൂ ചിലപ്പോൾ. പിന്നെ ദിവസം ഉറപ്പുണ്ട് കുട്ടി 1 ദിവസം പോയി കഴിഞ്ഞാൽ 6 ദിവസം ഉഴിക്കണം അല്ലേ. അതിന്റെ വണ്ടിക്കൂലി അവര് ഫീസ് അടക്കണ്ടേ? അതല്ല, നമുക്ക് ശരിയാക്കാം കേട്ടോ. നമുക്ക് ശരിയാക്കാം. ഉഴിക്കണി മറ്റേ 10 രൂപ പോയാൽ മതി. കോട്ടക്കുന്ന അവിടെ ഉഴിച്ചില്ല. അല്ല, നമുക്ക് നല്ല ആശുപത്രി തന്നെ കൊണ്ടേ കളയാം കേട്ടോ. ഡോക്ടർമാരൊക്കെ ഉള്ള നല്ല ആശുപത്രി തന്നെ കൊണ്ടേ കളയാം. ആരേലും വരും കേട്ടോ. ആരേലും മുന്നോട്ട് വരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാനിരിക്കുന്നത്. നമ്മളോട് ഒരാളെ ചോദിച്ചായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എന്തായാലും അറിയിക്കാം കേട്ടോ. വരും ദിവസങ്ങളുണ്ടാവും. പിന്നെ കറണ്ട് ഒന്ന് കിട്ടട്ടെ. കറണ്ട് കിട്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ. കറണ്ട് ഞാൻ ഇന്ന് തനിക്കണ്ടെത്തോ കാര്യത്തെത്താ വിളിച്ചാലപ്പോൾ ആ ചെക്കന്മാർ 2 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് കിട്ടുമെന്ന് തന്നെയാണ് എന്നോടും പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ കറണ്ട് കിട്ടിയിട്ട് വേണം നമ്മൾ സർപ്രൈസ് ആയിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ ഇങ്ങോട്ട്. വേറെ ഒരാൾ നമുക്ക് സ്പോൺസർ വന്നിട്ടുണ്ട്. ഇവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ, കുറച്ച് വലിയ ഉപകരണങ്ങളൊക്കെയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത്യാവശ്യം ഇവർക്ക് വളരെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ അന്നത്തെ ദിവസം കാണിക്കുന്നതായിരിക്കും. അന്നായിരിക്കും നമ്മൾ ഇനി അടുത്ത് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കൊച്ചിൻ്റെ ചികിത്സയുടെ കാര്യത്തിൽ ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുള്ളവരൊന്ന് അറിയിക്കുക കേട്ടോ. വളരെ അത്യാവശ്യമാണ് ചേട്ടൻ. അതുപോലെ തന്നെ ചേട്ടൻ്റെ ആ ഇഞ്ചക്ഷൻ്റെ കാര്യം ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ വളരെ ഉപകാരമാണ്. ഏതായാലും സന്തോഷം കേട്ടോ. സന്തോഷമായില്ലേ? എല്ലാം സന്തോഷമായി. ഓക്കെ, ഞങ്ങളെന്നാൽ പോയിക്കട്ടെ, ഇറങ്ങാം. ഓക്കെ, ശരി എന്നാൽ കേട്ടോ. ഓക്കെടാ. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. നമുക്ക് സ്പോൺസർ ചെയ്ത സുമചേച്ചി കുവൈത്തിൽ നിന്ന് വാസുവേട്ടൻ്റെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്പോൺസർ ചെയ്യുമായിരുന്നു. ഏതായാലും അതുകൊണ്ട് നമ്മൾ അത്രയും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയി കൊടുത്തു. വളരെ സന്തോഷം തോന്നി നമുക്കത് ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ സുമചേച്ചിക്കും 1000 നന്ദി പറയുകയാണ്. മാത്രമല്ല അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ കൊച്ചിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നതും അതുതന്നെയാണ്. നല്ലൊരു ആയുർവേദ ആശുപത്രിയിലൊക്കെ പോയി തിരുമിക്കൊക്കെ ചെയ്താൽ കുറേ വ്യത്യാസം വരും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ തുടർ ചികിത്സ ചെയ്യാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ ചെയ്യാതിരിക്കുന്നതാണ്. മാത്രമല്ല വാസുകാരൻ്റെ കാര്യം പറഞ്ഞു. 1 ലക്ഷം രൂപയുടെ TT ഈ വയറ് കീറി മുറിച്ചതിൻ്റെ കിഡ്നി ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാനായിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഒരു TT എടുക്കാനുണ്ട്. ആ TTയുടെ പ്രശ്നമാണ് ആ ചേട്ടൻ പറഞ്ഞത്. 1 ലക്ഷം രൂപ 2 ഇഞ്ചക്ഷൻ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർക്ക് കിട്ടി. 3ാമത്തേനും അവർക്ക് കിട്ടൂല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ആരെങ്കിലുമൊക്കെ മനസ്സ് വെച്ചാൽ നമുക്കതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് കടന്നു വരാം കേട്ടോ. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കറണ്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇങ്ങോട്ട് വരും. അന്ന് ഇവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സർപ്രൈസായിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവരുടെ ബുദ്ധിമുട്ടൊക്കെ മാറാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഏതായാലും അത് നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.